മണാലി വ്ലോഗ് ഡേ 2ലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ അതേ നമ്മൾ ബസ്സിൽ തന്നെ ഇരിക്കുകയാണ് കേട്ടോ. നമ്മൾ എത്തണേ ഉള്ളൂ, എത്താൻ തുടങ്ങിയിട്ടുണ്ട്. മണാലിൻ്റെ ഭാഗങ്ങളൊക്കെ ഇങ്ങനെ മണാലിൻ്റെ ആണോ എന്നറിയില്ല, മീൻ ഹിമാചൽ പ്രദേശിൻ്റെ ഭാഗങ്ങളൊക്കെ ഇങ്ങനെ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ എത്താൻ പോകുന്നേ ഉള്ളൂ. ആക്ച്വലി നല്ലോണം ടയേർഡായിട്ടുണ്ട്, കാലൊക്കെ ഇങ്ങനെ വേദന എടുക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ജുഗുന എണീറ്റിട്ട് കുള്ളു ആണ് കേട്ടോ ഇത്, കുള്ളു. ഞാൻ അവിടെ എത്തുന്ന വരെ വിചാരിച്ചിരുന്നു കുളു ആണെന്നാണ്, ശരിക്കും കുള്ളു ആണ്. KULLU ആണ്, കുള്ളു ആണ്. അപ്പോൾ നമ്മൾ എത്താൻ തുടങ്ങിയിട്ടുണ്ട്. ഉച്ചയാവാറായി മീൻസ് 10 മണിയൊക്കെ ആവാറായിട്ടുണ്ട് കേട്ടോ. നമ്മളവിടെ എത്താനായപ്പോൾ കുറേ ടൈം എടുത്തു എത്താൻ വേണ്ടിയിട്ട്. ഇപ്പം നമ്മളിതേ മണാലിയിലെത്തി, മണാലിയിലെ ഹോട്ടലിലെത്തി. ഇപ്പോൾ ഇവിടെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ടൈം കഴിഞ്ഞിട്ടാണ് കേട്ടോ നമ്മൾ എത്തിയത്. അത് കാരണം കൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് നമ്മളിതേ ഇവിടുന്ന് വേറെ നമുക്ക് സെപ്പറേറ്റ് ഓർഡർ ചെയ്യാം. അങ്ങനെ ഇതേ ഓർഡർ ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്, കഴിക്കാൻ പോകണു, അത്രേ ഉള്ളൂ. നല്ല ടൈം എടുത്തിട്ടുണ്ട് എത്താൻ വേണ്ടിയിട്ട്. 10 മണി എങ്ങോട്ടായില്ലേ നമ്മളെത്തിയപ്പോൾ, 10 മണിയൊക്കെ ആയിട്ടുണ്ട് എത്തിയപ്പോൾ. അവിടെ നമുക്ക് സ്നോ നിറഞ്ഞ മൗണ്ടൻസ് കാണാം. അതാണ് ഞാൻ അവിടെ ഇങ്ങനെ കാണിച്ചു തരുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് നമ്മൾ പോയത് ഹിഡിംബ ടെമ്പിളിലേക്കാണ് കേട്ടോ. നമ്മുടെ ഭീമൻ്റെ വൈഫായ ഹിഡിംബിയുടെ ടെമ്പിളാണ്. അവിടെ പോയപ്പോൾ ഈ യാക്കിനെ കണ്ടു, നല്ല ഭംഗിയുള്ള യാക്കില്ല. ആദ്യം കണ്ടപ്പോൾ ഭയങ്കര വലിയൊരു സാധനം വരുന്ന കണ്ടപ്പോൾ പേടിച്ചിട്ട് മാറി നിന്നു. പിന്നെയാണ് അതൊരു പാമ്പ് യാക്കാണെന്ന് മനസ്സിലായത് കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ ടെമ്പിളിലേക്ക് പോവുകയാണേ. എവിടെ ആക്ച്വലി ഉണ്ടല്ലോ, നമ്മൾ ഹൈ ആൾട്ടിറ്റ്യൂഡിൽ പോകുമ്പോഴാണ് നമ്മുടെ ലങ് കപ്പാസിറ്റിയൊക്കെ കുറച്ച് കുറവാണെന്ന് മനസ്സിലാവുക. പെട്ടെന്ന് ടയേർഡാവും. നമ്മളിങ്ങനെ കുറച്ചും കൂടി വർക്കൗട്ട് ചെയ്ത് നമ്മുടെ ലങ് കപ്പാസിറ്റിയൊക്കെ കുറച്ച് കൂട്ടണം എന്ന് നമുക്ക് മനസ്സിലാവുക. എന്നാലേ നമുക്ക് ട്രക്കിങ്ങൊക്കെ പോസിബിൾ ആയിരിക്കുള്ളൂ. അങ്ങനെ നമ്മൾ ടെമ്പിളിലേക്ക് പോകാം കേട്ടോ. ഈ സ്നോ ടൈമിൽ പോയി, അതായത് വിൻ്റർ ടൈമിൽ പോയി കഴിഞ്ഞാൽ ഇവിടെയൊക്കെ ഇങ്ങനെ സ്നോ നിറഞ്ഞിട്ട് നല്ല ഭംഗിയായിരിക്കും, നല്ല രസമാണെന്നാണ് പറയണത്. ഇപ്പോൾ എന്തായാലും സ്നോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെയാണ്, എന്നാലും നല്ല രസമാണ് കേട്ടോ. പിന്നെ ദേവദാരു വൃക്ഷങ്ങളാണ് ഇതിന് ചുറ്റും എന്നാണ് പറയണത്. അതൊക്കെ നമുക്ക് കാണാൻ പറ്റും. നമ്മൾ ഉള്ളിൽ കയറി തൊഴുതില്ല കേട്ടോ, കാരണം ക്യൂ ആണ്. ഉള്ളിലൊന്നും കയറിയില്ല, പുറത്തുനിന്ന് ഇങ്ങനെ കണ്ടേ ഉള്ളൂ. പിന്നെ പുറത്ത് നമുക്കിങ്ങനെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ പറ്റും. ഇങ്ങനെ നമ്മൾ സാധാരണ ഗതിയിൽ നമ്മളിങ്ങനെ ചെയ്യാറില്ല, ഫോട്ടോ ഒന്നും എടുക്കാറില്ല. പക്ഷേ ഇത്തവണ എന്താണെന്ന് അറിയില്ല, നമ്മൾ ഇത്രയും ദൂരം നമ്മൾ കേരളത്തിൽ നിന്ന് അങ്ങ് ദൂരെ നോർത്തിൽ ഹിമാചൽ വരെ പോയതല്ലേ. അപ്പോൾ എന്തായാലും ഫോട്ടോ ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. ജൂനും അത്ര തൽപര കക്ഷിയല്ല, അവനെന്തോ ഭയങ്കര ബോറിങ് ആണ് ഇങ്ങനത്തെ പരിപാടി, ഈ ഫോട്ടോ എടുക്കലൊക്കെ. അവനങ്ങനെ താല്പര്യം കാണിക്കാറില്ല. അതുകൊണ്ട് അവൻ്റെ ഫോട്ടോ ഒന്നും എടുത്തില്ല. നമ്മളെന്തായാലും വേഷം കെട്ടി ഫോട്ടോ ഒക്കെ എടുത്തു. അത് കഴിഞ്ഞത് ഇത് കണ്ടപ്പം ഈ മുയലിനെയും ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ, ആട് മുയലൊക്കെ ഉണ്ടായിരുന്നു. ഇതിനൊക്കെ കണ്ടപ്പോഴത്തേനും അവന് കുറച്ച് ഇൻട്രസ്റ്റ് തോന്നി. അപ്പം ഇതിനൊക്കെ പിടിച്ചിട്ട് ഫോട്ടോ എടുത്തു കേട്ടോ അവൻ. പിന്നെ അവിടുത്തെ ഡോഗ്സൊക്കെ കണ്ടു, ഭയങ്കര വലിയ സാധനങ്ങൾ. അതിനൊക്കെ കണ്ടപ്പോൾ ഞാൻ കുറച്ച് വീഡിയോസ് എടുത്തതാണ്. പിന്നെ ഇങ്ങനത്തെ കുറച്ച് ആക്ടിവിറ്റീസൊക്കെ ഉണ്ടായിരുന്നു അവിടെ, അതൊക്കെ നമ്മളൊന്ന് ട്രൈ ചെയ്തു. ഈ ആക്ടിവിറ്റീസൊക്കെ ചെയ്യാൻ നമ്മൾ എപ്പോഴും ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് കേട്ടോ. നമ്മളതൊക്കെ ഒന്ന് ചെയ്തതാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് അവിടുത്തെ ലോക്കൽ ഫുഡ്സൊക്കെ ഒന്ന് ട്രൈ ചെയ്യണമെന്നുണ്ടായിരുന്നു. നമ്മളെല്ലാവിടെയും പോയി കഴിഞ്ഞാൽ അങ്ങനെ ലോക്കൽ ഫുഡ്സ് ട്രൈ ചെയ്യാൻ നോക്കാറുണ്ട്. ലോക്കൽ ഫുഡ്സ് ട്രൈ ചെയ്യുക, ലോക്കൽ വെഹിക്കിൾസ്, അങ്ങനെ ലോക്കലായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ട്രൈ ചെയ്യുക എന്നുള്ളത് നമ്മുടെ ഒരു ഇൻട്രസ്റ്റിംഗ് ഏരിയ ആണ്. അങ്ങനെ സിദ്ധു എന്ന് പറയുന്ന ഒരു ലോക്കൽ ഫുഡാണ് കേട്ടോ ഇത്. നമ്മൾ ട്രൈ ചെയ്യാൻ വേണ്ടിയിരുന്നു. എനിക്ക് കുറച്ച് ബുദ്ധിമുട്ട് തന്നെയായിരുന്നു കഴിക്കാൻ വേണ്ടിയിട്ട്, എന്താണെന്നറിയില്ല. പക്ഷേ ഞാൻ ഷോർട്സിൽ ഇത് ഇട്ടപ്പോഴത്തേനും ഒരു കമൻറ്റ് എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു. അവർ ട്രൈ ചെയ്തിട്ട് അടിപൊളിയായിരുന്നു, നല്ല രസമായിട്ട് കഴിക്കാൻ പറ്റിയെന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഐ എം വെരി സോറി, എനിക്കെന്താ അറിയില്ല, പറ്റിയില്ല. എനിക്ക് തോന്നുന്നു ഓരോ സ്ഥലത്തും ചിലപ്പോൾ ഡിഫറെൻറ്റ് ടേസ്റ്റ് ആയിരിക്കും. ഐ മീൻ ഡിഫറെൻറ്റ് ഷോപ്പിൽ നിന്ന് കഴിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഡിഫറെൻറ്റ് ടേസ്റ്റ് ആയിരിക്കും. എനിക്കെന്തോ പറ്റില്ല. പ്രത്യേകിച്ച് ആ ചമ്മന്തി എനിക്കെന്തോ ഒരു മരുന്ന് അരച്ച് കലക്കി തരുന്ന ടേസ്റ്റ് ആയിരുന്നു ആ ചമ്മന്തിക്ക്. എനിക്ക് ഒട്ടും കഴിക്കാൻ എനിക്ക് പറ്റിയില്ല. സോറി, എൻ്റെ മുഖഭാവം അറിയാതെ ഞാൻ ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു മുഖഭാവം ഒന്ന് മാറാതിരിക്കാൻ വേണ്ടിയിട്ട്, പക്ഷേ എനിക്ക് പറ്റിയില്ല കഴിക്കാൻ വേണ്ടിയിട്ട്. സൂര്യചേട്ടൻ അത് എങ്ങനെയൊക്കെയോ കഴിച്ചു കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ നെക്സ്റ്റ് സ്ഥലം മാൾ റോഡിലേക്കാണ് കേട്ടോ പോയത്. അപ്പം മാൾ റോഡിൽ തന്നെ ഒരു ബുദ്ധിസ്റ്റ് മൊണാസ്ട്രി ഉണ്ട്. അവിടെയാണ് നെക്സ്റ്റ് പോയത്. അങ്ങനത്തെ ബുദ്ധിസ്റ്റ് മൊണാസ്ട്രി നമുക്ക് നല്ല രസമായിട്ട് തോന്നി. അത്ര കാം പ്ലേസ് ഒന്നുമല്ല, കാരണം തിരക്കുണ്ട്. ഒബ്വിയസ്ലി ടൂറിസ്റ്റുകൾ ഇഷ്ടംപോലെ വരുമല്ലോ, അപ്പം തിരക്കൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ അവിടെ പോയി. അത് കഴിഞ്ഞിട്ട് നമ്മൾ നെക്സ്റ്റ് പോയത് ഒരു ചായ കുടിക്കാൻ വേണ്ടിയിട്ട് കയറിയതാണ്. അപ്പോൾ അവിടെ നിന്നും നമ്മളൊരു ലോക്കൽ ഫുഡ് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ലാഫിങ് എന്ന് പറയുന്ന ഒരു ലോക്കൽ ഫുഡാണ് ട്രൈ ചെയ്തത്. ഇത് സിദ്ധുവിനേക്കാളും 1.5 ട്രൈ ആയിരുന്നു എന്നെ സംബന്ധിച്ച്. ഞാൻ പിന്നെയും 2 കഷ്ണം ഇറക്കി, വായിൽ വച്ചത് അങ്ങനെ ഇറക്കി. എനിക്ക് ഇതുണ്ടല്ലോ, എനിക്ക്
എനിക്കറിയില്ല, എനിക്കിത് വായിൽ വെച്ചിട്ട് എനിക്ക് പേടിയായിരുന്നു സത്യം പറഞ്ഞാൽ. അവിടുത്തെ ആൾക്കാർ എന്നെ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്നെ തല്ലുമെന്ന് എനിക്കറിയില്ല. എനിക്ക് ഇറക്കാൻ പറ്റുന്നില്ല. ഞാനിത് എന്താ ചെയ്യുക, ആൾക്കാർ കണ്ടു കഴിഞ്ഞാൽ എന്നെ തല്ലുമെന്നൊക്കെ വിചാരിച്ചു. കാരണം അവർക്ക് എന്താ തോന്നുകയെന്ന് വിചാരിച്ചിട്ട് എനിക്ക് ഒട്ടും കഴിക്കാൻ പറ്റില്ല. ഇതും സൂര്യചേട്ടൻ എങ്ങനെയൊക്കെയോ അഡ്ജസ്റ്റ് ചെയ്ത് കഴിച്ചു കേട്ടോ. രണ്ടാമത്തെ പ്രാവശ്യം ഇനി കഴിക്കില്ല എന്നാണ് സൂര്യേട്ടൻ പറഞ്ഞത്. എനിക്ക് ഒന്നാമത് പോലും കഴിക്കാൻ പറ്റിയില്ല. അങ്ങനെ പിന്നെ ഞങ്ങളിത് അവിടെ നിന്ന് വേറെ നമുക്ക് കഴിക്കാൻ പറ്റും എന്നുറപ്പുള്ള കുറച്ച് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട്, കാരണം നമ്മൾ ഒരു നേരമൊക്കെ ഭക്ഷണം കഴിച്ചിട്ടില്ല, രാവിലെ കഴിച്ചിട്ടാണ് ഇറങ്ങിയത്. പിന്നെ വേറെ ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല. അങ്ങനെ കഴിക്കാൻ പറ്റുന്ന എന്തൊക്കെയോ ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. അതായിരുന്നു നമ്മുടെ മാൾ റോഡായിരുന്നു നമ്മൾ ലാസ്റ്റ് വിസിറ്റ് ചെയ്ത സ്ഥലം. പിന്നെ നമ്മളെ ഡ്രൈവർ നേരെ നമ്മുടെ ഹോട്ടലിൽ കൊണ്ടുവിട്ടു. അത് കഴിഞ്ഞ് നമുക്ക് അവിടെ നിന്ന് നമ്മുടെ അടിപൊളി ഒരു ഡിന്നറായിരുന്നു, ക്യാൻഡിൽ ലൈറ്റ് ഡിന്നറായിരുന്നു അവരുദ്ദേശിച്ചത്. ഒരു ദിവസം നമുക്ക് ക്യാൻഡിൽ ലൈറ്റ് ഡിന്നർ കിട്ടിയുള്ളൂ. അത് സെക്കൻഡ് ഡേ ആയിരുന്നു, ഈ ട്രിപ്പിൻ്റെ ഫസ്റ്റ് ഡേ, മണാലിയിൽ എത്തിയിട്ടുള്ള ഫസ്റ്റ് ഡേ ആയിരുന്നു. നമുക്ക് നല്ല അടിപൊളി ഒരു ഡിന്നറൊക്കെയാണ് കിട്ടിയത്. അങ്ങനെ നമ്മളത് ഡിന്നറൊക്കെ കഴിച്ച് അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ജുഗ്ന അവിടെ പിന്നെ പടം വരെ തന്നെയായിരുന്നു. അവനിങ്ങനെ ബോറടിക്കും, അവന് ഒരുപാടൊന്നും ഇങ്ങനെ ഈ ട്രിപ്പൊന്നും ഒരുപാട് എൻജോയ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ നമ്മൾ കിടന്നുറങ്ങിയത്രയേ ഉള്ളൂ. സൈനിങ് ഓഫ്, സ്വാതി സാവിത്രി.